അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണ്? ഇന്നലെ വരെ നമ്മൾ പഠിച്ചത് ലീനിയർ മോഷനെ കുറിച്ചാണ്. ലീനിയർ മോഷൻ ഓർക്കുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ലീനിയർ മോഷനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനുകൾ, വെലോസിറ്റി, ആക്സലറേഷൻ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വസ്തുക്കൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ടേംസുകളും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ചില വസ്തുക്കൾ, സം ബോഡീസ് ലൈക്ക് പുള്ളീസ്, ഷാഫ്റ്റ്, ഫ്ലൈ വീലുകൾ, ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ആക്സിന് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്. സം ബോഡീസ് ലൈക്ക് പുള്ളീസ്, ഷാഫ്റ്റ്, ഫ്ലൈ വീൽസ് ഹാവ് മോഷൻ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആംഗുലർ മോഷൻ വിച്ച് ടേക്സ് പ്ലേസ് അബൌട്ട് ദി ജോമെട്രിക്കൽ ആക്സിസ് ഓഫ് ദി ബോഡി. ഒരു ആക്സിസിനെ, ഒരു അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി അത് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഏതൊക്കെ? ഫ്ലൈ വീല് അല്ലെങ്കിൽ ഷാഫ്റ്റുകൾ, പുള്ളികൾ, ഇതൊക്കെ ഗിയർ, ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്യുകയെന്ന്. അപ്പം അങ്ങനെയുള്ള റോട്ടറി മോഷൻ അല്ലെങ്കിൽ ആംഗുലർ മോഷനും അതിൻ്റെ പ്രോപ്പർട്ടികളെ കുറിച്ചാണ് ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. The angular velocity of a body is always expressed in terms of revolutions described in 1 minute. അതായത് ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ റൊട്ടേഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് റൊട്ടേഷൻസ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ ഷാഫ്റ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ എഞ്ചിൻ്റെയൊക്കെ RPM എന്ന് പറയില്ലേ, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം അത് സ്വന്തം ആക്സിസിൽ, അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിൻ്റെ നമ്പറാണ് RPM അഥവാ റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഇനി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രാവശ്യം ഒരു ബോഡി ഫുൾ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും? എത്ര ഡിഗ്രിയാണ് അത് മൂവ് ചെയ്യുന്നത്? ഒരു സർക്കിളിൻ്റെ ആംഗിള് നമ്മൾ പറഞ്ഞിരുന്നു 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ അളക്കുന്നതിന് മറ്റൊരു യൂണിറ്റാണ് റേഡിയൻ. ആംഗിൾ അളക്കുന്ന മറ്റൊരു യൂണിറ്റാണ് റേഡിയൻ. അപ്പോൾ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ, പൈ അറിയാമല്ലോ, 3.14. ആ പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലെങ്കിൽ 180 ഡിഗ്രി ഈസ് എക്സ്പ്രസ്ഡ് ആസ് പൈ റേഡിയൻ. സോ 360 ഡിഗ്രി അല്ലെങ്കിൽ 1 റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ. For 1 revolution, the motion of rotation is 360 degree, or that is 2 pi radians. The n revolutions per minute, അതായത് RPM n ആണെങ്കിൽ, ഒരു മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം n ആണെങ്കിൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് n × 2 pi radians per minute. n RPM ആണെങ്കിൽ n × 2 pi radians per minute ആണ് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. 2 pi n ഇത് ഇപ്പുറത്തെ n × 2 pi കൊണ്ട് കഴിയുമ്പോൾ 2 pi n റേഡിയൻസ് പെർ മിനിറ്റ്. അതായത് ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 pi n റേഡിയൻസ് പെർ മിനിറ്റ്. ആരോ വന്നിട്ടുണ്ടല്ലോ. ഇനി പിന്നെ ഈ ആംഗുലർ വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ബൈ ദ സിമ്പിൾ ഒമേഗ, സ്മോൾ ലെറ്റർ ഒമേഗ. ഈ W ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചിടുന്ന ആ സിമ്പിൾ എന്ന് പറയുന്ന പേരാണ് ഒമേഗ, ഗ്രീക്ക് ആൽഫബറ്റിലുള്ള. അപ്പോൾ ആ 2 pi റേഡിയൻസ് പെർ മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലേക്ക് ആക്കാൻ 2 pi n by 60. ഒരു മിനിറ്റിൽ 2 pi n റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ ഒരു സെക്കൻഡിൽ 2 pi n by 60 റേഡിയൻസ് പെർ സെക്കൻഡ്. 2 pi n റേഡിയൻസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ 2 pi n by 60 റേഡിയൻസ് പെർ സെക്കൻഡ്. ആ ഫോർമുല ഓർത്തിരിക്കുക. ഇനി ആംഗുലർ വെലോസിറ്റിയെക്കുറിച്ചുള്ള ചില ഇമ്പോർട്ടൻ്റ് ടേംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് ടേംസ് ഷുഡ്
should be clearly understood, which will frequently used in this chapter. Angular velocity. It is a rate of change of angular displacement of a body and is expressed in RPM, revolution per minute, or radians per second. It is usually denoted by omega, letter omega. അതായത് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി. നമ്മൾ സാധാരണ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. ഒരു മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. ഇത് ഒരു ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര ഡിഗ്രി ആംഗിൾ ഒരു സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഒമേഗ. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും. ലീനിയർ വെലോസിറ്റി നേരെ പോകുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ലീനിയർ വെലോസിറ്റിയാണ് ആപ്ലിക്കബിൾ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആംഗുലർ വെലോസിറ്റി, റേഡിയൻസ് പെർ മിനിറ്റ്, അതാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ആംഗുലർ ആക്സിലറേഷൻ, അതും നമ്മൾ ലീനിയർ ആക്സിലറേഷനുമായിട്ട് ബന്ധിപ്പിച്ച് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ലീനിയർ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ആംഗുലർ ആക്സിലറേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ ലീനിയർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. ഇപ്പം ആംഗുലർ വെലോസിറ്റി റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ and it is usually denoted by letter alpha. ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. It is a total angle through which a body has rotated and is usually denoted by theta. Suppose if a body is rotating with the uniform angular velocity omega radians per second, then the angular displacement is equal to theta is equal to omega into t. omega എന്താണ്? ആംഗുലർ വെലോസിറ്റി ആൻഡ് ടി ടൈം ടേക്കൺ. അപ്പം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ആ വെലോസിറ്റി ഫോർമുലയും ഓർത്തിരിക്കുക. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് സമം ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം. ലീനിയർ വെലോസിറ്റിൻ്റെ കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് സമം വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് ട്രാവൽഡ് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം. അത്രയേ ഉള്ളത്. മോഷൻ ഓഫ് റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റൻറ്റ് ആംഗുലർ ആക്സിലറേഷൻ. Let us consider a particle rotating about its axis. ആംഗുലർ ആക്സിലറേഷനെ കുറിച്ചാണ്. W0 ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. നമ്മൾ നേരത്തെ ലീനിയർ വെലോസിറ്റിയുടെ കേസിൽ V1 V2 യുവും വിയും എന്നെടുത്തിരുന്നല്ലോ. അതായത് U ഇനീഷ്യൽ വെലോസിറ്റി, V ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടെ omega 0 ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്, omega final angular velocity in radians per second, t time taken in seconds by particle to change its velocity from omega 0 to omega. അതായത് ടൈം ടേക്കൺ, ടി ഈക്വൽ ടു ടൈം ടേക്കൺ. W0 നിന്ന് അല്ലെങ്കിൽ omega 0 നിന്ന് ഒമേഗയിലെത്താൻ അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഫൈനൽ വെലോസിറ്റിയിൽ എത്താൻ എടുത്ത ടൈമാണ് ടി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ആൽഫ. അതുപോലെ ആൽഫ ഈസ് ഈക്വൽ ടു ആംഗുലർ ആക്സിലറേഷൻ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ റേഡിയൻസ്. എങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം.
ആക്സലറേഷൻ സമം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതുമായിട്ട് ഇവിടെ എല്ലാം ആംഗുലർ എന്ന് ഉപയോഗിക്കുന്നത് മാത്രം. നമ്മൾ ലീനിയർ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ W മൈനസ് W0/t, അതിൽ നിന്ന് നമുക്ക് W സമം W0 അല്ലെങ്കിൽ ഒമേഗ സമം ω0 ഇൻറ്റു ആൽഫ ടി. അത് ഒരു ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ആംഗുലർ റോട്ടറി മോഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ആവറേജ് ആംഗുലർ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ രണ്ടാമത്തെ തീറ്റ എന്തായിരുന്നു, നമ്മളെന്താണെന്ന് പറഞ്ഞത്, തീറ്റ ഇസ് എ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓർക്കുന്നില്ലേ? തീറ്റ ഈസിക്കൽ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് ഡിസ്റ്റൻസ് ട്രാവൽ. S ഈസിക്കൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ സമം ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻറ്റു ഹാഫ് ഇൻറ്റു ആംഗുലർ ആക്സലറേഷൻ ഇൻറ്റു ടൈം സ്ക്വയർ UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. അതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ അതിൻ്റെ നേർ പകർപ്പ് തന്നെയാണ് ഇത്. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, മറ്റേ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് S ആയിരുന്നു. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ, UT ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ω0, ആംഗുലർ ആക്സലറേഷൻ ആൽഫ UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. അതിന് സമാനമായ ഇക്വേഷനാണ് ഇവിടെ ആംഗുലർ മോഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അതുപോലെ തന്നെ ആംഗുലർ വെലോസിറ്റിയുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഡെറിവേഷനൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ v സ്ക്വയർ മൈനസ് u സ്ക്വയർ സമം 2as എന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ, മൂന്നാമത്തെ ലീനിയർ മോഷൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. അതുപോലെ ഇവിടെ ω സ്ക്വയർ മൈനസ് ω0 സ്ക്വയർ = 2 ഇൻറ്റു ആൽഫ ഇൻറ്റു തീറ്റ. അതായത് ω സ്ക്വയർ v സ്ക്വയർ മൈനസ് u സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ സമൻ 2 ഇൻറ്റു v സ്ക്വയർ മൈനസ് u സ്ക്വയർ = 2as എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു a, ഇത് ആംഗുലർ ആക്സിലറേഷൻ, തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഈ മൂന്ന് ഇക്വേഷനും കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. ഈ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷനെ, ലീനിയർ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഇക്വേഷൻസാണ് ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ മോഷനെ, റോട്ടറി മോഷനെ സംബന്ധിച്ച മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ω = ω0 × α t, തീറ്റ = ω0 t ഇൻറ്റു ഹാഫ് ആൽഫ ഇൻറ്റു ടി സ്ക്വയർ, ω സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ = 2 ആൽഫ തീറ്റ. ഈ മൂന്ന് ഇക്വേഷൻ v സമം u പ്ലസ് AT, S = UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, v സ്ക്വയർ മൈനസ് u സ്ക്വയർ സമം 2as. അപ്പോൾ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. ഇത് ω സമം ഫൈനൽ വെലോസിറ്റി, ω0 ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി, ആൽഫ ആക്സലറേഷൻ, തീറ്റ ഡിസ്റ്റൻസ് ട്രാവൽ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് ആംഗുലർ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ആൽഫ = a ആക്സലറേഷൻ, ആംഗുലർ ആക്സലറേഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല മുഴുവൻ ഓർത്തിരിക്കാം. ആദ്യത്തെ ലീനിയർ ഇക്വേഷൻ്റെ മൂന്ന് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഇത്
മൂന്നും നമുക്ക് കാണാതെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാൻ പറ്റും. മറ്റേ ലീനിയർ മോഷൻ്റെ ഇക്വേഷൻസ് ഒന്നുകൂടെ ഓർക്കുക, അത് ബൈഹാർട്ടാക്കി വെക്കണം. വി സമം യു പ്ലസ് എ ടി, എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2as എന്നുള്ള ആ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ അതേപോലെ തന്നെയാണ് ഇത് ആംഗുലർ മോഷൻ്റെ ടേംസുകൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് അതിൻ്റെ ഒരു ചാർട്ടായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇത് മ്യൂ അല്ല യു ആണ്. ലീനിയർ മോഷൻ ഇനീഷ്യൽ വെലോസിറ്റി യു, ഇവിടെ ω0. ആംഗുലർ മോഷനിൽ ω0 എന്ന് കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഭവവും കംപ്ലീറ്റ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ലീനിയർ മോഷനിൽ യു ആണ്, ആംഗുലർ മോഷനിൽ ω0. ഫൈനൽ വെലോസിറ്റി വി ആണ് ലീനിയർ മോഷനിൽ, ആംഗുലർ മോഷനിൽ ω. കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഇത് ലീനിയർ മോഷനിൽ എ ആണ്, ആംഗുലർ മോഷനിൽ ആൽഫ എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് ആണ് ഇവിടെ ലീനിയർ മോഷനിൽ, ആംഗുലർ മോഷനിൽ തീറ്റയാണ്. ഫോർമുല ഓഫ് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ ഈ ഫോർമുലാസ് വി സമം യു പ്ലസ് എ ടി, ഇത് ω സമം ω0 പ്ലസ് എ ടി. ഇനി വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as ആണ് ലീനിയർ മോഷനിൽ രണ്ടാമത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇവിടെ ω സ്ക്വയർ സമം ω0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഇതിന് അതേപോലെ ഈ വി എന്ന് പറയുന്ന ω സ്ക്വയർ, യു എന്ന് പറയുന്നത് ω0 സ്ക്വയർ, രണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു. എ എന്ന് പറയുന്ന ഐസൊലേഷൻ, ഇവിടെ ആൽഫ, ഇവിടെ എസ് ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഇവിടെ തീറ്റ. അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളല്ലേ? ഇതെല്ലാം അവിടെ കണ്ടിട്ട് പേടിക്കണ്ട. ഈ ഒരൊറ്റ പിന്നെ താരതമ്യം ഓർത്താൽ മതി. പിന്നെ ഫോർമുല ഫോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഇവിടെ തീറ്റ, എസ് എന്ന് പകരം ω, തീറ്റ ഈസ് ഈക്വൽ ടു ω0 പ്ലസ് 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ഇത് ടി സ്ക്വയർ ആണ് കേട്ടോ. ഇനി നമ്മൾ പിന്നെ ഈ അപ്പോൾ ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ടേംസുകൾ പഠിച്ചു. ഈ ആംഗുലർ വെലോസിറ്റിയെ നമുക്ക് ലീനിയർ വെലോസിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ ആംഗുലർ റൊട്ടേറ്റിംഗ് ബോഡിയുടെ ലീനിയർ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലീനിയർ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി, അതായത് ലീനിയർ വെലോസിറ്റി എന്ന് ഒരു നേർരേഖയിലുള്ള സഞ്ചരിക്കുന്ന ദൂരം, അതാണ് ഈ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ നേർരേഖയിലുള്ള സഞ്ചരിക്കുന്ന ദൂരം ഡിവൈഡ് ബൈ ടൈമാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോട്ടറി മോഷനിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, കറങ്ങുമ്പോൾ, ഒരു ആക്സിസിനെ കേന്ദ്രമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ അതിന് ഒരു ലീനിയർ വെലോസിറ്റി ബാധകമാണോ? റൊട്ടേറ്റ് ചെയ്യുന്ന വസ്തുവിന് ലീനിയർ വെലോസിറ്റി ബാധകമാണോ? അല്ല എങ്കിലും, അത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിലും, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഫ്ലൈ വീലിൻ്റെ മുകളിലെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു പുള്ളി. ആ പുള്ളിയുടെ പെരിഫറിയിലുള്ള അല്ലെങ്കിൽ ചുറ്റളവിലുള്ള ഒരു പോയിന്റ്, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഇങ്ങനെ വൃത്താകൃതിയിൽ കറങ്ങുകയാണ്. അപ്പോൾ ആ വൃത്തം ഒരു നേർരേഖയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുള്ളിയുടെ പുറത്തുകൂടെ നമ്മളൊരു നൂല് ചുറ്റിയിട്ടുണ്ട്, ആ നൂലിലെ ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റളവിന് സമാനമായ ദൂരം അത് സഞ്ചരിക്കും. നമ്മൾ ആ നൂലിനെ മുറിച്ചിട്ട് ഇങ്ങനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീനിയർ വെലോസിറ്റി ആയില്ലേ അത്? ആ നൂല് മുറിച്ചിട്ട് നമ്മളിങ്ങനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് അത്രയും ദൂരം, ഈ ചക്രം അല്ലെങ്കിൽ ഈ പുള്ളി ഒരു പ്രാവശ്യം കറങ്ങുമ്പം ആ പോയിന്റ് സഞ്ചരിക്കുന്ന അതേ ദൂരമാണ് ആ നൂലിൻ്റെ നീളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത്, അതായത് ഇത് ഈ ω ദൂരം ഈ പോയിന്റ് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പം ഇതിൻ്റെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ ആർക്കിൻ്റെ ദൂരത്തിന് തുല്യമാണ്, വൃത്തത്തിൻ്റെ ആർക്കിന്. അതായത് ആംഗുലർ വെലോസിറ്റി ω ഈ ഇത്രയും ദൂരം
സഞ്ചരിക്കുമ്പോൾ, ഈ പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ ഒരു ഭാഗികമായിട്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ആർക്കിൻ്റെ ലെങ്ത് ദൂരമാണ് അത് സഞ്ചരിക്കുന്നത്. അതാണ് അതിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ലീനിയർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ, റൊട്ടേറ്റിംഗ് ബോഡിയുടെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അത് നേരെ എങ്ങോട്ടോ പോകുന്നു എന്നല്ല, അതിൻ്റെ ഒരു പോയിന്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കാം. നമ്മൾ ലെറ്റസ് കൺസിഡർ എ ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ് ആക്സിസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഈ മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ ആക്സിന് ചുറ്റും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ലെറ്റ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ഇൻ മീറ്റർ. ആ സർക്കുലർ പാർട്ടിൻ്റെ റേഡിയസ് ആണെന്നിരിക്കുക. ഒമേഗ ആംഗുലർ വെലോസിറ്റി ഓഫ് ബോഡി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഒമേഗ ആംഗുലർ വെലോസിറ്റിയാണ്. വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഓൺ ദ പെരിഫറി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഓൺ ദ പെരിഫറി ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിൻ്റെ ചുറ്റളവിൽ, അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തുള്ള ഒരു പോയിന്റിൻ്റെ ലീനിയർ വെലോസിറ്റി കേട്ടോ. അപ്പോൾ അതാണ് വട്ടത്തിൽ കറങ്ങുന്നു വിചാരിച്ച് ലീനിയർ വെലോസിറ്റി ഇല്ല എന്നല്ല, അത് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ചുറ്റളവിലുള്ള ഒരു പോയിന്റിൻ്റെ വെലോസിറ്റി. Therefore, in 1 second, particle moves v meters along the circular path and the angular displacement would be omega radians. അപ്പോൾ ഈ ഒമേഗ റേഡിയൻസ് ഈ ഇതിന് ആംഗുലർ വെലോസിറ്റിയിൽ ഇത് സഞ്ചരിക്കുമ്പോൾ ഈ വി ഡിസ്റ്റൻസ് ലീനിയർ വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യും. ഓക്കെ. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക്, ഈ ആർക്കിൻ്റെ നീളം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ആർക്ക് ഇൻറ്റു ആംഗിൾ സബ്സ്റ്റാൻഡ് ഇൻ റേഡിയൻസ്. ഈ ആർക്കിൻ്റെ നീളം കാണാനുള്ള ഫോർമുല ഈ റേഡിയസ് ഓഫ് ആർക്ക് ഇൻറ്റു ആംഗിൾ, ഈ ആംഗിള് ഏതാണ്? ഒമേഗ. അത് റേഡിയൻസിൽ എടുക്കണം, റേഡിയൻസ് അല്ലാതെ ഡിഗ്രിയിലല്ല, ആംഗിൾ റേഡിയൻസിൽ. അപ്പം ലീനിയർ വെലോസിറ്റി സമം ആർ ഇൻറ്റു ഒമേഗ, അല്ലെങ്കിൽ ആർ സമം വി ബൈ ഒമേഗ എന്ന് എഴുതുക. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ലീനിയർ വെലോസിറ്റി സമം റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ഇൻ റേഡിയൻസ്. ലെങ്ത് ഓഫ് ആർക്ക് വി is equal to ഈ ആർക്കിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സർക്കിൾ ഇൻറ്റു ഒമേഗ. ഒമേഗ ഈസ് ദി ആംഗിൾ സബ്റ്റാൻഡ് ബൈ ദി പോയിന്റ് ഇൻ റേഡിയൻസ്. ഈ ആംഗിൾ ആർ ഇൻറ്റു ദിസ് ആംഗിൾ ഇൻ റേഡിയൻസ്, ലീനിയർ വെലോസിറ്റി, ഈ വെലോസിറ്റി സമം. ഓക്കെ. ഇനി ലീനിയർ ആക്സലറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി. ലെറ്റ് എ ഈസ് ഈക്വൽ ലീനിയർ ആക്സലറേഷൻ ഓഫ് ദി റൊട്ടേറ്റിംഗ് ബോഡി. ലെറ്റ് എ ഈസ് ദ ലീനിയർ ആക്സലറേഷൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൽഫ സമ ആംഗുലർ ആക്സലറേഷൻ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു, അതായത് ഡയമീറ്റർ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ ഡയമീറ്റർ ഇൻറ്റു ടൈം ടേക്കൺ. നോക്കാം അതെന്താണ്. എ ആക്സലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി ആണല്ലോ. എന്താണ് ആക്സലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. അതായത് dv ബൈ dt, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്നുള്ള പിന്നെ ആ ടൈമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഡെൽറ്റ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം. ഇത് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ആംഗിൾ
ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതാണ് ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഡി വിയുടെ ഡി ടി ഡി ഇൻറ്റു ആർ മൈനസ് ഡബ്ല്യു, വി എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡബ്ല്യു ആണ്, ബൈ ഡി ടി. ആർ സമം ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ. ഡബ്ല്യു ബൈ ടി ഈസ് ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ ആൽഫ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ ആർ. അതായത് ആംഗുലർ ആക്സിലറേഷനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ആൽഫ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ലീനിയർ ആക്സിലറേഷൻ ബൈ റേഡിയസ്. ലീനിയർ ആക്സിലറേഷൻ ഡിവൈഡ് ബൈ റേഡിയസ്. അല്ലെങ്കിൽ ലാസ്റ്റ്ലി നമ്മൾ ഇത്രയും ഓർത്തിരിക്കുക, ലീനിയർ ആക്സിലറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ. അങ്ങനെയാണ് ആ ഫോർമുല കിട്ടിയത്. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും എന്താണെന്ന് ഓർത്തിരിക്കുക. ലീനിയർ വെലോസിറ്റി എന്തായിരുന്നു? വെലോസിറ്റി ആർ ഇൻറ്റു ഒമേഗ. ലീനിയർ വെലോസിറ്റി ആർ ഇൻറ്റു ഒമേഗ. ലീനിയർ ആക്സിലറേഷൻ റേഡിയസ് ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷൻ ആർ ഇൻറ്റു ആൽഫ. ഓക്കെ, ആൽഫ ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയേ ഇന്ന് നമ്മൾ ഈ ആക്സിലറേഷനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഈ ടേംസുകളും ഈ ഫോർമുലകൾ ഓർത്തിരിക്കുക, ഈ ടേംസുകൾ ഓർത്തിരിക്കുക. ലീനിയർ ആക്സിലറേഷന് അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയും, ഇതിൻ്റെ അകത്ത് ഒമേഗ 0 എന്ന് പറയും. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അതേ ഫോർമുലകൾ തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യപ്പെടുന്നത്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത്.